എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു കുഞ്ഞു ഫ്ലാഷ് ബാക്ക് ആണ്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നില്ലേ, ഗുവിന്റെ കൂടെ ഒരു കോഫി ഷോപ്പിലിരുന്ന് മൂ സംസാരിക്കുന്നത്. അതിനുശേഷം അവൾ ആ ഒരു വീട് വാങ്ങുന്ന കാര്യത്തിനായി റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ കാണാനായി ഒരു സ്ട്രീറ്റിന്റെ അവിടേക്ക് പോകുന്നുണ്ട്. അവിടെ കുറച്ച് ഫുഡ് വിൽക്കുന്ന സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി അവിടെ മൂ എത്തുന്നതിന് മുന്നേ ജിൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിരുന്നു. ജിൻ എഴുന്നേറ്റ് പോകുന്നത് മൂ വരുന്ന അതേ ടൈമാണ്. പക്ഷെ രണ്ടുപേരും കണ്ടതേ ഇല്ല പരസ്പരം. അങ്ങനെ ജിൻ എഴുന്നേറ്റ് പോയ അതേ സീറ്റിൽ ഇരുന്നാണ് പിന്നീട് മൂ ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനോട് സംസാരിക്കുന്നത്. എന്തായാലും പിന്നീട് മൂ ആകട്ടെ അവളുടെ കുഞ്ഞു ലൈറ്റ്നിങ് വളർന്നു വലുതാവുമ്പോൾ ഒരു സുന്ദരനായ മിടുമിടുക്കൻ ഗോൾഡൻ റിട്രീവർ ആയി മാറുമായിരുന്നു. കാരണം അത് കുഞ്ഞു ഗോൾഡൻ റിട്രീവർ ഡോഗായിരുന്നു. അപ്പോൾ അത് വളർന്നു വലുതാകുമ്പോൾ കണ്ടാൽ എങ്ങനെയായിരിക്കും അതേ കണക്ക് ഒരു ഡോഗിനെ കണ്ട് പിന്നീട് ആ ഒരു റെസ്റ്റോറന്റ് മൂൺ എന്ന പേരിട്ട് അവൾ നടത്തണമെന്ന് ആഗ്രഹിച്ച അതേ ആംബിയൻസിലുള്ള നല്ലൊരു റെസ്റ്റോറന്റിന്റെ അവിടെ ആ ഡോഗിനെ കണ്ട് അവൾ അതിന്റെ ഒരു ഡൗട്ടോട് കൂടി ലൈറ്റ്നിങ് എന്ന് വിളിക്കുമ്പോൾ അത് അവളുടെ അടുത്തേക്ക് ഓടി എത്തുന്നുണ്ട്. ആ വിളി കാത്തിരുന്ന കണക്ക്. അതുകൊണ്ട് തന്നെ ഡൗട്ട് തോന്നി അവൾ ആ റെസ്റ്റോറന്റ് നടത്തുന്നത് ആരാണെന്ന് അന്വേഷിച്ച് അവിടെ ചെല്ലുമ്പോൾ ആദ്യം കാണാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് അവൾക്ക് അയാളെ കാണാനായി ഒരു അവസരം കിട്ടുന്നു. അവളുടെ പേന തിരികെ കൊടുക്കാനായി അയാളങ്ങനെ അവളെ വിളിക്കുന്ന ടീം ആ ഒരു റെസ്റ്റോറന്റിലേക്ക് അതിന്റെ ഓണറിനെ കാണാനായി എത്തുന്ന അവൾ മനസ്സിലെ ഡൗട്ട് അടിച്ച കണക്ക് തന്നെ അവിടെ കാണുന്നത് ജിന്നിനെയാണ്. എന്തായാലും ചില ജോലി തിരക്കുണ്ട്. അതിനുശേഷം കോഫി ഷോപ്പിൽ പോയി ഓണറിനെ കാണാമെന്ന രീതിക്കാണ് മൂ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അവൾക്ക് വിചാരിച്ച ആ ഒരു എക്സാക്ട് ടൈമിൽ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങാനായി സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ കോഫി ഷോപ്പിൽ വിളിച്ച് ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും, ഓണർ ഇപ്പോഴും ഫ്രീ ആണെന്ന രീതിക്ക് ഒന്ന് തിരക്കുമ്പോഴേക്കും എത്ര ലേറ്റ് ആയാലും സാരില്ല, കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് അദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അവർ തിരിച്ച് റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ ഇതാണോ ഈ പറഞ്ഞ ഓണർന്ന് അവൾ ഒരു നിമിഷം ഷോക്കാവുന്നുണ്ട്. കാരണം അവൾ ഉള്ളിൽ പ്രതീക്ഷ വന്നത് ജിന്നിനെയാണ്. കാരണം അവിടെ അവൾ കാണുന്ന എല്ലാം ജിന്നാണ് ആ ഓണർ എന്ന ഒരു രീതിക്കാണ് അവൾക്ക് ക്ലൂ കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ വേറൊരു പയ്യനെ കാണുമ്പോൾ അവൾ ആകെ അപ്സെറ്റ് ആവുന്നുണ്ടെങ്കിലും അതല്ല ഓണർ അപ്സ്റ്റേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നറിയുമ്പോഴാണ് അവൾക്ക് സമാധാനമാകുന്നത്. അവളുടെ പേന തിരികെ കൊടുക്കാനായി അയാൾ അങ്ങനെ അവളെ വിളിക്കുന്ന ടീം ആ ഒരു റെസ്റ്റോറന്റിലേക്ക് അതിന്റെ ഓണറിനെ കാണാനായി എത്തുന്ന അവൾ മനസ്സിലെ ഡൗട്ട് അടിച്ച കണക്ക് തന്നെ അവിടെ കാണുന്നത് ജിന്നിനെയാണ്. അങ്ങനെ പരസ്പരം ഒരുപാട് സ്നേഹിച്ചിരുന്ന ഇവർ ഇപ്പൊ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ഇങ്ങനെ കണ്ടുമുട്ടുന്നത്. രണ്ടുപേരും സത്യത്തിൽ ഒന്ന് കണ്ണെടുക്കാൻ പോലും സാധിക്കാതെ ഒന്ന് മിണ്ടാൻ പോലും പറ്റാതെ ആകെ സ്റ്റക്കായി അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് അവർ സംസാരിക്കുമ്പോൾ ആ ഒരു പേന തുടക്കത്തിൽ തന്നെ അവൻ കൊടുക്കുന്നുണ്ട്. ഈ പേന വെച്ചാണോ എന്നെ കണ്ടുപിടിച്ചതെന്ന് ചോദിക്കുന്ന ടീം അത് ഈ പേനയും ഒരു കാരണമാണ്. കാരണം എല്ലാവരുടെ കയ്യിലൊന്നും ഈ പേനയില്ല. പിന്നെ കഫേയില് ഞാൻ ആ ടെലസ്കോപ്പ് താഴെ വെച്ചിട്ടുണ്ടല്ലോ, നിനക്കത് റെഡിയാക്കാൻ അറിയാവുന്ന എനിക്ക് മനസ്സിലായി. നീ ഇവിടെ വന്ന ആ ടെലസ്കോപ്പ് കണ്ടപ്പോഴേ അത് ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. കൂടാതെ ലൈറ്റ്നിങ് നിന്നെ കണ്ടപ്പോ ഒരുപാട് ഹാപ്പി ആയിരുന്നു എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. എന്നിങ്ങനെ ജിൻ പറയുമ്പോഴാണ് ഈ കഫേയിൽ വന്ന ടീം അവിടെ താഴെ ടെലസ്കോപ്പ് കണ്ടപ്പോൾ പണ്ട് മൂനും ജിന്നിനും ടെലസ്കോപ്പ് അവരുടെ നേരം പോക്കുകളിൽ വലിയൊരു സാധനമായിരുന്നു. കാരണം ഇങ്ങനെ ആകാശത്ത് വാൽ നക്ഷത്രത്തെ നോക്കാനും മറ്റും മൂവിന് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ജിൻ അതൊക്കെ അവളുടെ കൂടെ നിന്ന് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് അവനത് വെച്ചിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒപ്പം തന്നെ അവൾ വിചാരിച്ച കണക്ക് തന്നെ ആ ഒരു ഡോഗ് ഇവരുടെ കുഞ്ഞു ലൈറ്റ്നിങ് വളർന്നു വലുതായതാണെന്നും അവൾക്ക് മനസ്സിലാവുന്നു. എന്തായാലും അപ്പോഴേക്കും അവൻ ഒരു സ്ട്രോബെറി കേക്ക് അവൾക്ക് കൊടുത്തിട്ട് കഴിച്ചോ, ഫേവറേറ്റ് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോ ഇത് ഇഷ്ടമല്ലാന്ന് അവൾ പറയുന്നുണ്ട്. അത് കഴിക്കുന്ന അവനാകട്ടെ നിരാശയിൽ അതെടുത്ത് മാറ്റി വേറെ കൊണ്ടുവരാന്ന് പറയുമ്പോഴേക്കും വേണ്ട വിശക്കുന്നുണ്ട് അതുകൊണ്ട് കഴിച്ചോളാന്നും പറഞ്ഞ് അത് അവൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലും കഴിക്കാതെ ഇങ്ങനെ തോണ്ടിയിരിക്കുകയാണ്. അവൾക്ക് ചില കാര്യങ്ങൾ അവളിൽ നിന്ന് അറിയണമെന്നുണ്ട്. പക്ഷെ അത് ചോദിക്കാനൊക്കെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ പോലെയുണ്ട്. അതാണ് അവൾ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുന്നേ അവൾ അവനോട് ചോദിക്കുന്നുണ്ട് എന്താ എന്നെ പിന്നെ കോൺടാക്ട് ചെയ്യാതിരുന്നത്, എത്ര മെസ്സേജ് എന്താ റിപ്ലൈ അയക്കാതിരുന്നതെന്ന്. അത് കേൾക്കുന്നവൻ നമുക്കിടയിൽ അപ്പോഴേക്കും വല്ലാത്തൊരു അകലം ഉണ്ടായിരുന്നു. പിന്നെ റിലേഷൻഷിപ്പ് അപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയാവില്ല എന്ന് തോന്നി. ഇങ്ങനെ അകന്ന് കഴിയുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലതെന്ന് തോന്നി എന്ന് പറയുമ്പോൾ അവൾ വേഗം തന്നെ ആ ഒരു കാര്യം ആലോചിക്കുകയാണ്. അതായത് അവൾ ഈ ഒരു കഫേയിൽ വന്ന് പോയ ശേഷം ഇത് ജിന്നിന്റെ കഫേ ആണോ എന്ന് ഇവിടുത്തെ പല കാര്യങ്ങളും കണ്ട് ഡൗട്ട് അടിച്ച ശേഷം ഓൺലൈനിൽ സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ കുറെ റിവ്യൂസിന്റെ ഇടയിൽ ജിന്നിന്റെ മുഖം വ്യക്തമാവാത്ത രീതിയിൽ ചില ഫോട്ടോസ് ഒക്കെ അവൾ കണ്ടിരുന്നു. കൂടാതെ ചില കമന്റ്സും ഉണ്ടായിരുന്നു. ഈ കഫേ ഓണർ വളരെ ഹാൻഡ്സ് ആണ്, ആള് സിംഗിൾ ആണോ എന്തോ. അതിനൊക്കെ റിപ്ലൈ ചിലർ ഇട്ടിരുന്നത് ആള് മാരീഡ് ആണ്, വൈഫും മക്കളും വിദേശത്താണ് എന്ന രീതിക്കൊക്കെയാണ്. അതൊക്കെ കണ്ട് അവൾക്ക് ഭയങ്കര ഒരു ദേഷ്യം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് ജിന്നാണെന്ന് ഉറപ്പിക്കാത്തത് കൊണ്ട് ഒരു കൺഫ്യൂഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ജിന്നാണല്ലോ, അപ്പോൾ ജിന്നിനെ പറ്റി ആ പറഞ്ഞത് സത്യമായിരിക്കും എന്ന രീതിയിൽ ദേഷ്യം തോന്നുന്ന അവൾ ജിൻ വിവാഹം കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവൻ അതിന് ഉത്തരം കൊടുക്കാതെ നിനക്ക് കല്യാണമായോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാതെ എന്നോട് ചോദിക്കുന്ന കേട്ടില്ലെന്ന് അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആ കലിപ്പിന്റെ പുറത്ത് അവൾ കല്യാണമായില്ല, പക്ഷെ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ഈ വർഷം അവസാനം എന്റെ കല്യാണം കാണും, ഞാൻ അതിന്റെ കാര്യങ്ങൾക്കൊക്കെയാ നാൻജിങ്ങിലേക്ക് ഇപ്പൊ എന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ വന്നിരിക്കുന്നതെന്നൊക്കെ അവൾ പറയുമ്പോൾ അവന് സത്യത്തിൽ ഒരു ചെറിയ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ ശരി കല്യാണത്തിന് വിളിക്ക്, ഞാൻ നാട്ടിൽ കാണുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ നേരത്തെ അറിയിച്ചേക്കാം, എന്തായാലും വന്നേക്കണമെന്ന് പറഞ്ഞ് അവൾ പോകാനായി എണ്ണിക്കുന്ന ടീം അല്ല കല്യാണം അറിയിക്കണമെങ്കിൽ നമ്പർ വേണ്ടേ, നമ്പർ താന്നും പറഞ്ഞ് അവളുടെ ഫോൺ കൊടുത്ത് അവന്റെ നമ്പർ വാങ്ങുന്നുണ്ട്. കൂടാതെ
കൂടാതെ വെഡിങ് ഇൻവിറ്റേഷനും അയക്കണ്ടേ. അപ്പൊ ആ ഒരു സമയം അവൻ അവളോട് പറയുന്നുണ്ട്, ഇവിടെ ഉണ്ടായിരുന്ന നമ്മളുടെ ആ ഒരു പഴയ വീട് ഞാനാണ് വാങ്ങിയതെന്ന്, അതെനിക്ക് മനസ്സിലായെന്നും പറഞ്ഞു അവൾ കുറച്ച് കലിപ്പിലാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ജിന്നാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ അവളുടെ കല്യാണം നടക്കാൻ പോവാണോ എന്നുള്ള ഭയങ്കര സങ്കടത്തിൽ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അവളാകട്ടെ ഇവന്റെ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് അവൻ മനഃപൂർവ്വം ഉത്തരം പറയുന്നതല്ലേ, അപ്പൊ കല്യാണം കഴിഞ്ഞു കാണുമോ എന്ന് ആകെ സങ്കടത്തിൽ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. രണ്ടുപേരും ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയത് അവർക്ക് പണ്ടുള്ള അതേ ഇഷ്ടം ഉള്ളിൽ ഉണ്ടായിട്ടാണ്, പക്ഷെ അതങ്ങോട്ട് തുറന്ന് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലുമാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജിന്നെ വീചാറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവന്റെ പ്രൊഫൈൽ പിക്ചറായി കിടന്നിരുന്നത് പേരിനെ സൂചിപ്പിക്കുന്ന ഒരു സൺറൈസിന്റെ ചിഹ്നമാണ്. മൂവിന്റെ പ്രൊഫൈൽ പിക്ചറായി അവൾ ഇട്ടിരുന്നത് അതേ കണക്ക് പേരിനെ സൂചിപ്പിക്കുന്ന മൂണിന്റെ ചിഹ്നമാണ്. ഈ ഒരു ടൈം അവൾ പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. അവളുടെ ഡ്രീം ആയിരുന്നു അങ്ങനെ ഒരു കഫേ നടത്തണമെന്നത്. അതിന് അവൾ സജസ്റ്റ് ചെയ്ത പേരും അതേ ഒരു ആംബിയൻസിൽ അതേ കണക്ക് ഒരു കഫേ ഒക്കെ അവൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ആഡ് ചെയ്ത് അവളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്ന കണക്കാണ് ആ ഒരു കഫേ നടത്തുന്നത്. അതേ കണക്ക് തന്നെ അവൾ ഇപ്പോൾ ഈ ഒരു പഠന വിഷയം എടുത്തത് എയറോനോട്ടിക്സിനെ പറ്റിയൊക്കെ പഠിക്കാൻ തുടങ്ങിയത് ആക്ച്വലി അത് ജിന്നിന് കുട്ടിക്കാലം മുതൽ ആ ഒരു വിഷയം എടുത്ത് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെന്ന് അവൾക്ക് അറിയായിരുന്നു. പക്ഷെ അവന്റെ ജീവിത സാഹചര്യങ്ങൾ കാരണം അവനത് നേടാൻ സാധിച്ചില്ല എന്നറിയാലോ. അതുകൊണ്ട് തന്നെ അവൻ ആഗ്രഹിച്ച കാര്യം അവളുടെ പഠന വിഷയമായിട്ട് എടുത്തപ്പോൾ അവൾ ആഗ്രഹിച്ച കാര്യം അവൻ അവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ആക്ച്വലി ഇതെല്ലാം ഇവർക്കിടയിലുള്ള വലിയ ഇഷ്ടമാണ് സൂചിപ്പിക്കുന്നത് എന്നത് അവൾ ഓർക്കുന്നുണ്ടെങ്കിലും ഇവർക്കിടയിൽ ഇപ്പോഴത്തെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്ന ഇനി അവൾക്ക് ഒരു ഊഹമൊന്നുമില്ല. കാരണം ഇഷ്ടമാണെങ്കിലും ഒന്നിക്കാൻ സാധിക്കില്ലയോ എന്ന് ഒരു പിടുത്തമില്ല. അപ്പോഴേക്കും ജിന്നാവട്ടെ അവന്റെ ഫിസിക്കൽ കണ്ടീഷൻസിനെ മറികടക്കാനായി ശ്രമിക്കുകയാണ്. ആ ഒരു ആക്സിഡന്റിൽ നിന്ന് കാഴ്ചക്ക് അവൻ കുറെ റിക്കവർ ആയതായിട്ട് തോന്നുമെങ്കിലും അവന് അങ്ങനെ ഫിസിക്കലി ഭയങ്കരമായി ഓക്കെ ആയിട്ടില്ല. ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്തൊക്കെ അവൻ ബാക്ക് ടു ട്രാക്ക് ആവാനായി നോക്കുന്നുണ്ട്. അവന്റെ ആ ഒരു റിക്കവറിക്കൊക്കെ സഹായിക്കുന്ന ജൂലി എന്ന ഒരു ഡോക്ടറായി സംസാരിക്കാറുമുണ്ട്. അവരാകട്ടെ അവനോട് അവന്റെ കോർ മസിൽസ് അവൻ ഇപ്പോഴും പഴയ ആ ഒരു രീതിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എടുത്തു ചാടി ഇങ്ങനെ ബോഡി ഒരുപാട് ഉലയ്ക്കുന്ന രീതിയിൽ ഒന്നിലും ഇടപെടരുത്, അവന്റെ ഇന്റൻസ് ആയിട്ടുള്ള സ്ട്രെയിൻ ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലല്ല ബോഡി ഉള്ളത് എന്ന കാര്യങ്ങളൊക്കെ അവനോട് പറയുന്നുണ്ട്. അവൻ അതുകൊണ്ട് തന്നെ താൻ ഓക്കെ ആയിട്ടില്ല എന്ന് ഉള്ളിൽ തോന്നലുള്ളത് കൊണ്ട് തന്നെ പൂനെ അവന്റെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി അപ്പോഴും ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു തീരുമാനം എടുക്കാനേ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണെങ്കിൽ അവൾക്ക് ഭയങ്കര കലിപ്പുണ്ടാക്കുന്നുണ്ട്. എന്താ ഇവൻ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ഭയങ്കര നിരാശ. ഇത്രയും വർഷം എങ്ങനെയെങ്കിലും ഇവനെ കണ്ടുപിടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഒടുക്കം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചപ്പെടും, എന്നോട് എന്ത് ജാടയെ കാണിക്കുന്നത്, എന്തായാലും അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് തന്നെ അവൾ ഓർക്കുന്നു. അങ്ങനെ അവൾ എന്ത് ചെയ്ത് ജിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗു കോൾ ചെയ്ത് അവരുടെ ഒരു കോവർക്കറിന്റെ വെഡിങ് ആണ് അടുത്ത ആഴ്ച എന്ന കാര്യം അറിയിക്കുന്നുണ്ട്. വരണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവൾ ഇപ്പോൾ സിംഗിൾ ആണല്ലോ. അപ്പോൾ ഈ കല്യാണത്തിന് ശേഷം കല്യാണ പെണ്ണ് ബൊക്കെ എറിയുന്ന ഒരു ചടങ്ങില്ല. അപ്പോൾ ബൊക്കെ പിടിച്ചാൽ അടുത്ത കല്യാണം നടക്കും, പെട്ടെന്ന് കമ്മിറ്റഡ് ആവും എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ പറഞ്ഞ് അവളോട് കല്യാണത്തിന് എന്തായാലും വരണമെന്ന് പറഞ്ഞ് അതിന്റെ ഫോട്ടോയും ഇൻവിറ്റേഷനും ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ അത് കാണുന്ന മൂവിന് ആ കല്യാണ ചെറുക്കന്റെയും പെണ്ണിന്റെയും ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്ത് അത് വെച്ച് ജിന്നിന് ഒരു പണി കൊടുക്കാമെന്ന് തോന്നി. അവൾ അങ്ങനെ അത് ഫോട്ടോഷോപ്പ് ചെയ്ത് കല്യാണ പെണ്ണിന്റെ മുഖം മാറ്റി അവളുടെ മുഖം അവിടെ ആഡ് ചെയ്ത് ജിന്നിന് വേഗം അത് അയച്ചു കൊടുത്ത് അടുത്ത ട്യൂസ്ഡേ എന്റെ കല്യാണമാണ്, അറിയാലോ ഇവിടെ വെച്ച് എന്റെ കല്യാണം നടക്കുന്നത് കൊണ്ട് തന്നെ എന്റെ അമ്മയ്ക്കൊന്നും വരാനൊന്നും സാധിക്കില്ല, അതുകൊണ്ട് ജിന്നിവിടെ എന്റെ ഫാമിലി റെപ്രസെന്റേറ്റീവായി എന്റെ കല്യാണത്തിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ ചെറുക്കന്റെ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും, അതുകൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് എന്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് കല്യാണത്തിൽ പങ്കെടുക്കണം. പിന്നെ എന്റെ കല്യാണത്തിന് വെറും കൈ വീശി വരരുത്, എനിക്ക് നല്ല ട്രഡീഷണൽ ഗോൾഡ് ജ്വല്ലറി സെറ്റ് വേണം, പിന്നെ അത്യാവശ്യം ക്യാഷൊക്കെ എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തേക്കണം, എല്ലാം വേണ്ട സ്ഥാനത്ത് ഇങ്ങനെ നടത്തി തരണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന അവന് കലിപ്പാവുന്നുണ്ട്. ഇവൾ എന്തൊക്കെയാ പറയുന്നതെന്ന്. പക്ഷെ അവനെ കലിപ്പാക്കാൻ വേണ്ടി ഇവളിവിടെ നന്നായി തന്നെ തള്ളി മറിക്കുന്നുണ്ട്. പക്ഷെ അത് തള്ളലാണെന്നും കേൾക്കുമ്പോൾ അവന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അവൾ എഡിറ്റ് ചെയ്ത് അയച്ച ആ ഒരു ഫോട്ടോ പോലും റെക്കഗ്നൈസ് ചെയ്ത അയ്യോ ഇതൊക്കെ ഒറിജിനൽ ആണ്, ഇവളുടെ കല്യാണമാണെന്നൊക്കെ അവൻ ആകെ സങ്കടത്തിലാവുന്നുണ്ട്. എന്തായാലും അങ്ങനെ അവൾ പറഞ്ഞ കല്യാണം ദിവസം അവൻ മനസ്സോടെ അവിടെ അവൾ പറഞ്ഞ കണക്ക് ജ്വല്ലറിയും കുറച്ച് കാശും ഒക്കെ റെഡിയായി അവിടെ എത്തുമ്പോൾ കല്യാണ പെണ്ണ് അവൻ വിചാരിച്ച കണക്ക് പേടിച്ച കണക്ക് മൂവല്ല മറ്റാരോ ആണെന്ന് കാണുമ്പോഴാണ് അവൻ ആക്ച്വലി സമാധാനാവുന്നത്. അവൻ ആ ഒരു നെടുവീർപ്പിട്ട് അവിടെ നിൽക്കുമ്പോഴേക്കും മൂവിന്റെ മെസ്സേജ് വരുന്നുണ്ട്, ഇപ്പൊ ഒരു സമാധാനമായോ എങ്ങനെയുണ്ടെന്നും. അത് കണ്ടവൻ ചിരിക്കുമ്പോഴേക്കും അവൾ ഉടനെ അവനെ വിളിക്കുന്നു. സത്യം പറയിപ്പോ സന്തോഷാണോ സങ്കടമാണോ തോന്നുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ ചിരിക്കുന്നു. അല്ല ആക്ച്വലി എന്റെ കല്യാണം നടക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാനും കല്യാണ ചെറുക്കനും തമ്മിൽ ഒരു ചെറിയ കശപിശ, അതുകൊണ്ട് കല്യാണം വേണ്ടാന്ന് വെച്ചു, അതുകൊണ്ട് മാത്രം എന്റെ കല്യാണം ഇന്ന് നടക്കാതെ പോയി, അയാൾ വേറെ ആളെ കെട്ടിയതെന്നെല്ലാം അവൾ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ട് ചിരിച്ചുകൊണ്ട് അവൻ എന്തായാലും നീ പറഞ്ഞ കണക്ക് ജ്വല്ലറിയും കാശും ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ടീം സാരമില്ല ആവശ്യം വരും, എനിക്ക് എന്തായാലും ഉടനെ ഒരു കല്യാണം നടക്കുമെന്ന് അവൾ പറയുമ്പോൾ അവൾ പറയുന്നതിന്റെ കൊനിഷ്ഠ മനസ്സിലായിട്ടായിരിക്കാം ചിരിച്ചോണ്ട് അവൻ എന്തായാലും അടുത്ത തവണ നോക്കുമ്പോൾ നല്ലൊരു പയ്യനെ തപ്പിപ്പിടിച്ചെടുത്തോ, അല്ലെങ്കിൽ വെറുതെ ഇതുപോലെ ഇനിയും കല്യാണം മാറ്റി വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ബീജിംഗിലേക്ക് തന്നെ ജോലി സംബന്ധമായ ഒരു മീറ്റിംഗിന് വേണ്ടി പോകുന്നുണ്ട്. അതേ സ്ഥലത്ത് തന്നെ ജിന്നും ഒരു പ്രസന്റേഷൻ നൽകാനായി പോയിട്ടുണ്ടായിരുന്നു. വെഹിക്കിളിന്റെ മോഡിഫിക്കേഷൻ സംബന്ധമായ ഒരു പ്രസന്റേഷൻ ആണ് അവൻ നൽകുന്നത്. ഒരു ഹ്യൂമൻ സെന്റേർഡ് അപ്രോച്ച് ടു ഓട്ടോമോട്ടീവ് ഇന്നോവേഷൻ എന്ന ടോപ്പിക്കിലാണ് അവൻ അവിടെ പ്രസന്റ് ചെയ്യുന്നത്. അതായത് വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോൾ അതിൽ നിന്ന്
ഡ്രൈവറെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇന്നോവേഷന്റെ പുറകിനാണ് അവനിപ്പോ. ഇതേ ടൈം അവൻ ബീജിംഗിലുണ്ടെന്ന കാര്യം അറിയാതെ മൂ ആകട്ടെ ജിന്നിന്റെ കഫേയിലെത്തി അവിടെ സ്റ്റാഫിനെ കണ്ട് സംസാരിക്കുന്നു. ഓൾറെഡി അവളിപ്പോ പലതവണ ഈ ഒരു കഫേയിലെത്തി സ്റ്റാഫ്സായിട്ട് നല്ല പരിചയമാണ്. അവിടെ അവളിപ്പോ പോയിട്ട് വന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ഗിഫ്റ്റ്സ് സ്റ്റാഫ്സിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്ത് നൈസായി അതിൽ ജിയ എന്ന ഒരു സ്റ്റാഫിനോട് നല്ല കമ്പനി ആയിരുന്നു സംസാരിക്കുമ്പോൾ അവരുടെ വായിന്ന് അറിയാതെ വീഴുന്നുണ്ട്. അവരുടെ ഓണറായ ജിന്നിന് എന്തോ ഒരു ചെറിയ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 9 to 5 ജോബ് ഒന്നും ചെയ്യാനായി പുള്ളിക്ക് സാധിക്കില്ല. അതിനുള്ള ശാരീരിക ക്ഷമതയൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നല്ല. ഈ ആക്സിഡന്റിന് ശേഷമുള്ള കാര്യങ്ങളാണല്ലോ അത്. പക്ഷെ അത് കേൾക്കുന്ന മൂ അതിനെപ്പറ്റി വളരെ ക്യൂരിയസ് ആയി ചോദിക്കാനായി തുടങ്ങുമ്പോഴേക്കും ജിയ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട, തന്റെ ഓണർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ പറയുന്ന ഇഷ്ടമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് സാറിന് അദ്ദേഹത്തിന്റെ പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോകണ്ട, അതുകൊണ്ട് ഈ ഒരു കഫേയിൽ ഫുൾ ടൈം ജോലിക്ക് നിൽക്കാൻ പറ്റാത്തതാണെന്നൊക്കെ പറഞ്ഞ് അവർ ഉഴപ്പിയപ്പോ എന്തായാലും കൂടുതൽ അറിയണം എന്നുദ്ദേശിക്കുന്ന മൂ ജിൻ വരുമ്പോ പറഞ്ഞാൽ മതി ഞാൻ ലൈറ്റ്നിങ്ങിനെ കൊണ്ടുപോയിന്ന്, ഞാൻ കൂട്ടിക്കൊണ്ടു പോകാനെന്ന് പറഞ്ഞ് തന്റെ അപ്പാർട്ട്മെന്റിന്റെ അവിടെ വന്ന് ലൈറ്റ്നിങ്ങിനെ പിക്ക് ചെയ്തോന്ന് ജിന്നിനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ലൈറ്റ്നിങ്ങിനെ കൂട്ടി പോകുന്നത്. എന്നാൽ ഇവർ അവിടെ ഇല്ലാത്ത ജിന്നിനെ ലൈറ്റ്നിങ്ങിന് ഇങ്ങനെ മൂ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു അറിയിക്കുമ്പോൾ ശരി സാരമില്ല ഞാൻ പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞ് ജിൻ അവരുടെ കോളും കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ചെത്തുന്ന ജിൻ മൂവിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവൾ അപ്പാർട്ട്മെന്റിന്റെ അഡ്രസ് ഒക്കെ അയച്ചു കൊടുക്കുന്നു. അവളുടെ അപ്പാർട്ട്മെന്റ് നമ്പർ അടക്കം എല്ലാ ഡീറ്റെയിലും അവൾ അയച്ചു കൊടുത്തെങ്കിലും അവിടെ എത്തുന്ന അവൻ നേരിട്ട് അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് ചെല്ലാതെ സ്റ്റേഴ്സിന്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവളാകട്ടെ അവൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് കണ്ട് ഒടുക്കം അങ്ങോട്ട് തന്നെ പോകാനായി തീരുമാനിക്കുന്നു. പക്ഷെ പോകുന്ന സമയത്ത് അവൾ ഓർക്കുന്നുണ്ട് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു അല്ല ഇവനെ ഇടയ്ക്ക് കാണാതായിട്ട്. അതിനിടെ പലരും അവളെ ഇംപ്രസ് ചെയ്യാൻ നോക്കി, പലരെയും അവൾ കണ്ടുമുട്ടി. പക്ഷെ ആർക്കും ജിന്നിന് അവളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു ഹൃദയമിടിപ്പിന്റെ റേസ് ഉണ്ടല്ലോ, അവരെ കാണുമ്പോൾ അവളുടെ ഹൃദയം ഇടിക്കുന്ന കണക്ക് മറ്റ് ആരെ കണ്ടാലും അവൾക്ക് ഒരു ഫീലിങ്സും തോന്നാറില്ല. ഓം ശാന്തി ഓശാനയിലും പറയുന്ന കണക്ക് അടിവയറ്റില് ഒരു മഞ്ഞ് വീണ സുഖം ഉണ്ടല്ലോ, അത് ആരെ കണ്ടാലും ഇല്ല എന്നത് അവൾ തിരിച്ചറിയുന്നുണ്ട്. എന്നാലും അവന്റെ അടുത്ത് സംസാരിക്കുമ്പോ എന്താ വീട്ടിലേക്ക് വരാഞ്ഞെന്ന് അവൾ ചോദിക്കുമ്പോൾ അവൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ അത് പിന്നെ എന്റെ ബോയ് ഫ്രണ്ട് വീട്ടിലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണോ, ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പക്ഷെ കണ്ടില്ലേ ഞങ്ങളുടെ കല്യാണമൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, അതുകൊണ്ട് ഞങ്ങളിപ്പോ സെപ്പറേറ്റ് ആണ്. ഇങ്ങനെ അവൾ പറയുമ്പോൾ അവൾ പറയുന്നതൊക്കെ കള്ളമാണെന്ന് മനസ്സിലാക്കുന്നവൻ വീണ്ടും കള്ളം പറയാൻ തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കള്ളം എന്തിനാ വിശ്വസിച്ചെന്ന് അവളും അവനെ കളിയാക്കുന്നു. എന്തായാലും അവൾ അങ്ങനെ അവനോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവളുടെ റിലേഷൻഷിപ്പിനെ പറ്റി പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ, എനിക്ക് ഇത്രയും വയസ്സായില്ല, അതുകൊണ്ട് എന്റെ മനസ്സിനൊത്ത ആളെ കിട്ടിയില്ലേലും കിട്ടിയ ആളെ അഡ്ജസ്റ്റ് ചെയ്യാനായി നോക്കുകയാണെന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ അല്ല അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നല്ലോ താൻ, എന്തിനാ തന്റെ പേരിന്റെ അർത്ഥം വരുന്ന മൂന്നെന്ന പേര് കഫേക്ക് വെച്ചത്, ജിന്നിന്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടാവോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പലതും സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിച്ച് അവൾ നടക്കുമ്പോഴേക്കും സ്കേറ്റ് ചെയ്ത് വരുന്ന ഒരാൾ അവളെ ഇടിക്കാനേ വരുന്നുണ്ട്. പെട്ടെന്ന് അവൻ അവളെ പിടിച്ചു മാറ്റുമ്പോൾ രണ്ടുപേരും വർഷങ്ങൾക്ക് ശേഷം ദേഹം അങ്ങനെ പരസ്പരം വളരെ ക്ലോസ് ആയി നിൽക്കുമ്പോൾ രണ്ടുപേർക്കും ആ ഒരു പഴയ ഫീലിങ്സ് തോന്നുന്നുണ്ട്. പെട്ടെന്ന് മൂ മാറാനായി തുടങ്ങുമ്പോൾ ജിൻ അവളെ വിടാതെ ചേർത്ത് പിടിച്ച് നീ വീണ്ടും ഇങ്ങനെ പറയരുത്, അതെനിക്ക് ഹേർട്ട് ആവുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ അവൾ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് എത്തി ആദ്യം ഒരു തലേണ എടുത്ത് അതിനോട് ജിൻ എന്ന പോലെ ഭയങ്കര കാലിപ്പില് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്നപ്പോൾ എന്നോട് ഇത്രയും ജാട കാണിക്കുമ്പോൾ ഞാൻ ഹേർട്ട് ആവത്തില്ലേ, ഞാൻ അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടെ ഹേർട്ട് ആവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കലിപ്പ് കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ തലേണെ ജിന്നാണെന്ന് കരുതി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ പതിയെ പതിയെ രണ്ടാമത്തെ ഇവരുടെ കൂടിക്കാഴ്ച ഇവരെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇനി ഒരു 3-4 എപ്പിസോഡുകളോടുകൂടി നമ്മുടെ ഈ ഒരു കഥ അവസാനിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.